സ്മിത്ത് ഹോളിഡേയ്സ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണറും അതിൻ്റെ നടത്തിപ്പുകാരനൊക്കെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഒരുപാട് കൺട്രികളായി ശരിക്കും ഓൾമോസ്റ്റ് 17 കൺട്രീസ് ആയി, 17 രാജ്യം കവർ ചെയ്തു. ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യണം. ഇപ്പോൾ ബഡ്ജറ്റായിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമുക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മാൽദീവ്സ് ആണ്. മാൽദീവ്സിൻ്റെ ഫ്ലൈറ്റ് റേറ്റ് ഭയങ്കര കുറവാണ്, ഡയറക്റ്റ് ഫ്ലൈറ്റുമാണ്, റേറ്റും കുറവാണ്. ലക്ഷറി എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ക്യാഷിലല്ല, അവരുടെ ഫീൽ ലക്ഷറി ആയിരിക്കും. അവർ കൊടുക്കുന്ന എമൗണ്ട് ഇപ്പം നമ്മൾ ചെറിയൊരു സാധനമാണെങ്കിലും അത് ലക്ഷറി സാധനമാണെങ്കിലും അത് കൂടുതലാണെന്ന് നമ്മൾ തോന്നും, പക്ഷേ ഈ കൊടുക്കുന്ന പ്രോഡക്റ്റിന് നല്ല ലക്ഷറി ആയിരിക്കും എക്സ്പീരിയൻസ്. പ്രാന്തൻ്റെ ബിസിനസ് വെഞ്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. രണ്ട് തരത്തിലുള്ള യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എനിക്കറിയാവുന്നത്. ഒന്ന് പൈസ ഉണ്ടായിട്ട് യാത്ര ചെയ്യാൻ സമയമില്ലാത്തവർ, രണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തവർ. ഇവരുടെയൊക്കെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ആരെങ്ങനെ എപ്പം നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യും, അല്ലെ എങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ എത്തിപ്പെടാമെന്നുള്ള സംശയത്തിൻ്റെ ഒക്കെ ഒരു കാർമ്മികത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ മാറ്റി നമുക്ക് ട്രാവൽ എങ്ങനെ ചെയ്യണമെന്ന് അതിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അത് ആ ഫീൽഡിൽ ഒരുപാട് നാൾ എക്സ്പീരിയൻസ് ഒരാളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സ്മിത്ത് ഹോളിഡേയ്സ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണറും അതിൻ്റെ നടത്തിപ്പുകാരനൊക്കെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പം സതീഷ് ചേട്ടൻ എന്നാണ് പേര്. പേര് ഭയങ്കര വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സതീഷ് ചേട്ടൻ ആ ഒരു സാധനം നോക്കി കിട്ടുന്നുണ്ട്. ഇപ്പോ സ്മിത്തൻ തുടങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായി. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറെ അധികം അവാർഡുകളും കൂടെ കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഏഷ്യ ലീഡിംഗ് ട്രാവലർ എന്നുള്ള ഒരു അവാർഡ് കിട്ടുന്നത് 2 പ്രാവശ്യം 2022 and 2023. സോ എങ്ങനെയാണ് ഈ പാഷൻ ശരിക്കും യാത്രകളുള്ള പാഷൻ തുടങ്ങിയത്? യാത്രയോടുള്ള പാഷൻ എന്ന് വെച്ചാൽ പഠിക്കുമ്പോഴേ ഉണ്ട്. ഞാൻ ഒരു വില്ലേജിലാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് അത്രയും ദൂരം ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചിട്ട്. അപ്പൊ അപ്പോൾ തന്നെയാണ് ഒരു പാഷൻ ട്രാവലിംഗ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അത്രയും ദൂരം നടന്നിട്ടൊക്കെയാണ് നടന്നിട്ടാണ് സ്കൂളിലൊക്കെ പോയത്. അന്ന് തന്നെയാണ് എത്രയും ദൂരം നമുക്ക് പോകാൻ പറ്റും അത്രയും ദൂരം ആ ഗ്രാമത്തിൽ നിന്ന് പോകണം. ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും ദൂരം ഒരുപാട് കൺട്രികളായി ശരിക്കും ഓൾമോസ്റ്റ് 17 കൺട്രീസ് ആയി, 17 രാജ്യം കവർ ചെയ്തു. ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യണം. അതെ 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 അതെ. മനുഷ്യനായി ജനിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ മരിക്കുകയാണ് ഏറ്റവും ദുഷ്കരവും അതിലൊരു അർത്ഥമില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പേഴ്സണലി. അപ്പം എനിക്ക് അറിയേണ്ട കാര്യം, ഇന്ത്യക്ക് വെളിയിലോട്ട് നമ്മൾ പരിഗണിക്കുമ്പം ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് പോകാം. ഇപ്പം നമുക്കൊക്കെ ഒരു പേടിയുണ്ട്, ലക്ഷങ്ങളാവും കോടികളാവും എന്നൊക്കെ പറഞ്ഞ് പല ആശങ്കകളാണ്. അവർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നുള്ളത്. ഇപ്പൊ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഇപ്പൊ നമ്മുടെ സ്മിത്തൻ ഓഫർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, പ്ലേസസ് ഏതൊക്കെയാണെന്ന് പറയാം. ബഡ്ജറ്റായിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നമുക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മാൽദീവ്സ് ആണ്. മാൽദീവ്സിന്റെ ഫ്ലൈറ്റ് റേറ്റ് ഭയങ്കര കുറവാണ്, ഡയറക്റ്റ് ഫ്ലൈറ്റും ആണ്, റേറ്റും കുറവാണ്. സീസൺസ് ഉണ്ടോ അതോ? ഇല്ല, എല്ലാ സമയത്തും മാൽദീവ്സ് എല്ലാ സമയത്തും വർഷത്തിൽ എല്ലാ സമയത്തും മാൽദീവ്സ് ഓപ്പൺ ആണ്. അത് സീസൺ അല്ല, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റേ ഉള്ളൂ, പിന്നെ ആ മഴ പോകും. പിന്നെ നമുക്ക് വേവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ടിവിറ്റീസ് നടക്കില്ല. സ്നോർക്കലിംഗ്, സാൻഡ് ബാങ്ക്, ഡോൾഫിൻ വാച്ചിങ്, അതായത് നമ്മൾ ബോട്ടിൽ പോയിട്ട് കടലിന് നടുവിലൊരു സാൻഡ് ബാങ്ക് ആയിട്ട് ഫുള്ള് വൈറ്റ് സാൻഡ് വെച്ച് ചുറ്റൊരു കടലാണ്. എങ്ങോട്ട് നോക്കിയാലും ബിൽഡിങ്സ് ഒന്നും കാണില്ല, ഫ്രഷ് എയർ, ക്ലീൻ വാട്ടർ, ഒരു വേസ്റ്റ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടുന്ന് നമുക്ക് കൊണ്ടുപോകണം. വേവ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വേവ്സ് ഉണ്ടെങ്കിൽ പറ്റില്ല, പക്ഷെ മഴ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. ലൈറ്റ് ആയിട്ട് 10 മിനിറ്റ് മഴ ഉണ്ടാവണം, അത് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. പക്ഷെ ബാക്കി എല്ലാ സമയത്തും മാൽദീവ്സ് ഓപ്പൺ ആണ്. ഏത് സമയത്തും മാൽദീവ്സ് പോവാം. അതാണ് ഏറ്റവും കുറഞ്ഞത് നമുക്ക് വരുന്നത്. ഒരു 50,000 ഉള്ളിൽ പെർ ഹെഡ് 50,000 ഉള്ളിൽ ടിക്കറ്റ്സ്, 3 nights അക്കോമഡേഷൻ, ബ്രേക്ക്ഫാസ്റ്റ്, ചില സമയത്ത് നമുക്ക് ലഞ്ചും ഡിന്നറും കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ആക്ടിവിറ്റീസ്, അതുപോലെ സ്നോർക്കലിംഗ്, സാൻഡ് ബാങ്ക്, ഡോൾഫിൻ വാച്ചിങ്, ലോക്കൽ എൻഡ് ട്രിപ്പ്, അതെല്ലാം കൊടുക്കും. ഡോൾഫിൻ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഡോൾഫിൻ വരുന്നതാണ്, ഒച്ച വയ്ക്കുമ്പോൾ ഡോൾഫിൻ ഇങ്ങനെ പൊങ്ങി വരും. ആ സ്ഥലത്തെ കൊണ്ടുപോകും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കിട്ടും, നമ്മുടെ സൗണ്ടിന്റെ അതൊക്കെ മനസ്സിലാവും. അങ്ങനെ ഡോൾഫിൻ എല്ലാ സമയത്തും നമുക്ക് ലക്കി ഡോൾഫിൻ ക്രൂയിസ് എന്നാണ് പറയുന്നെങ്കിലും എല്ലാ സമയത്തും നമുക്ക് ഡോൾഫിനെ കാണിക്കാൻ പറ്റും, കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു പാക്കേജ് എല്ലാം കംപ്ലീറ്റ് ആണ് 50,000 ഉള്ളിൽ. അപ്പൊ ഈ നമ്മുടെ ടാഗിൽ തന്നെ ലക്ഷറി എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് ലക്ഷറി? ഒരു സാധാരണക്കാരൻ, പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ റേറ്റ് നോക്കുകയാണെങ്കിൽ 30-40 ആ റേറ്റ് ആണല്ലോ. ലക്ഷറി എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ക്യാഷിലല്ല, അവര് ഫീൽ ലക്ഷറി ആയിരിക്കും. അവർ കൊടുക്കുന്ന എമൗണ്ട്
ഇപ്പൊ നമ്മൾ ചെറിയൊരു സാധനമാണെങ്കിലും അത് ലക്ഷറി സാധനമാണെങ്കിലും അത് കൂടുതലാണെന്ന് നമ്മൾ തോന്നും. പക്ഷെ ഈ കൊടുക്കുന്ന പ്രോഡക്റ്റിന് നല്ല ലക്ഷറി ആയിരിക്കും എക്സ്പീരിയൻസ്. ലക്ഷറി പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ 5 സ്റ്റാർ ആണെങ്കിലും അത് ലക്ഷറി, 5 സ്റ്റാറിൽ റേറ്റ് കുറഞ്ഞിടാം. ലക്ഷറിയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് റേറ്റ് ആയിട്ട് കൊടുക്കും. ബഡ്ജറ്റ് ആകുമ്പോൾ ചീപ്പാണ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ലക്ഷറി ആണ്. ആൾക്കാർക്ക് ടൂർ പോകുന്ന ഒരു കംഫർട്ടബിളും അവർ കണ്ടിന്യൂസ് ഉള്ള നമ്മുടെ ഫ്ലാറ്റ് എന്ന് വെച്ചാൽ അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ വേണമല്ലോ, അന്നെങ്കിലും നമുക്ക് ഒരു മെന്റലി നമുക്ക് രസം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ഫീൽ ലക്ഷറി, അതായത് നമ്മൾ ഒരു ടൂർ എന്ന് നോർമൽ ഒരു ടൂർ എന്നല്ലാതെ അവർക്ക് എങ്ങനെയാണ് ഹൈ ആയിട്ട് ഏറ്റവും ടോപ്പായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ലക്ഷറി ഉദ്ദേശിച്ചത്. ഹണിമൂണേഴ്സ് ആണെങ്കിലും അവർ കറന്റ്ലി ഉള്ള ഫീൽഡിൽ നിന്ന് ഡിഫറെന്റ് ആക്കുക എന്നുള്ളതാണ്. ഹൈ പിന്നീടുള്ള രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത രാജ്യം എന്ന് വെച്ചാൽ മാൽദീവ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് പോകുന്നത് തായ്ലൻഡില് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് സ്മിറ്റൻ ഹോളിഡേസ് പ്രൊമോട്ട് ചെയ്യുന്നത് ക്രാബി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാരണം അത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. നമ്മൾ പോയി കണ്ട് അത് ഇഷ്ടപ്പെട്ട് 100% എനിക്ക് തോന്നണം അത് നല്ലതാണെന്ന്. അന്ന് മാത്രം ഞാൻ അത് കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കാറുള്ളൂ. ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണെന്ന് പറയാറില്ല നമ്മൾ. അപ്പൊ ക്രാബി തായ്ലൻഡിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം, തായ്ലൻഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഇപ്പൊ ബാങ്കോക്ക് ആണെങ്കിലും കൊസുമോയി ആണെങ്കിലും PP ഐലൻഡ് ആണെങ്കിലും ക്രാബി ആണെങ്കിലും ഫുക്കറ്റ് ആണെങ്കിലും ചാനായി ആണെങ്കിലും ഹുവാങ് ആണെങ്കിലും എല്ലാ സ്ഥലത്തും ഞാൻ കവർ ചെയ്തു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു. ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ലോക്കൽ ബസ്സിലാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഗൂഡ്സ് സാധനങ്ങൾ കൊണ്ടുവന്ന ഷിപ്പിലൊക്കെ പോകേണ്ടി വരും കൊസുമോയിലേക്ക്. അങ്ങനെയൊക്കെ ഞാൻ പോയി ട്രാവൽ ചെയ്തു. എന്നിട്ട് അത് ഏറ്റവും നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പൊ അതിൽ ഏറ്റവും നല്ല സ്ഥലമാണ് ക്രാബി ഐലൻഡ്. സൈലന്റ് ആണ്, പക്ഷെ എന്നാൽ നൈറ്റ് ലൈഫ് അവിടെ ഉണ്ടോ, അടിപൊളി ഫുഡ് ഉണ്ടോ, എല്ലാ സാധനവും അവിടെ ഉണ്ട്. അവിടെ നമുക്ക് ട്രിപ്പ് പോവാം. ഇപ്പം ഫുക്കറ്റിൽ നിന്ന് എടുക്കുന്ന ട്രിപ്പ് ക്രാബിയിൽ നിന്നും പോവാം. പക്ഷെ അധികം വരുന്നത് യൂറോപ്യൻസ് ആണ്. എനിക്ക് ഇന്ത്യൻസ് വളരെ കുറവാണ് അവിടെ ഉള്ളത്. ഇന്ത്യൻസ് അറിയാവുന്ന പട്ടായ അത് ഏറ്റവും ക്രൗഡാണ്. ഇന്ത്യയിലെ ഏകദേശം ആളും അവിടെ ഉണ്ടാവും. അത്രക്കും ക്രൗഡഡ് ആണ് ആ സ്ഥലം. പക്ഷെ അതേപോലെ തന്നെ അതേ പേയ്മെന്റിൽ തന്നെ പുക്കറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുക്കറ്റില് പട്ടായ പോലത്തെ സ്ട്രീറ്റ് ഉണ്ട്, പത്തോങ് സ്ട്രീറ്റ്. അതാർക്കും അറിയില്ല. അത് 99% അപ്ഗ്രേഡഡ് ആണ്. ക്ലീൻ പബ്, ഡീസന്റ് എല്ലാ കാര്യങ്ങളും, നല്ല നല്ല ഫുഡുകൾ, സ്ട്രീറ്റ് ഫുഡാണ്, വളരെ ക്ലീൻ ഫുഡുകളാണ് അവിടെ കിട്ടുന്നത്. പക്ഷെ പട്ടായയിൽ അങ്ങനെ അല്ല. പക്ഷെ ക്ലീൻ അല്ല, ബീച്ച് ക്ലീൻ അല്ല, ഒന്നും അല്ല. പക്ഷെ എന്നിട്ടും ആൾക്കാർക്ക് വേണ്ടത് പട്ടായാണ്. ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് പട്ടായല്ല ഇത്. പക്ഷെ എന്നാലും അവർ വാശി പിടിച്ച് പട്ടായയിൽ പോകും. പക്ഷെ അവർ പുക്കറ്റ് കണ്ടപ്പോൾ അവർ അയ്യോ സതീഷ് പറഞ്ഞ ശരിയാണ്, ഇത് ഭയങ്കരമാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് വെറുതെ ഒരു സമയം പോകുന്നതാണ്. നമ്മളത് കണ്ടിട്ട് പറയും. അപ്പൊ അതുപോലെ ക്രാബി എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ക്രാബിയിലേക്ക് റേറ്റ് കൂടുതലാണ്, പക്ഷെ പട്ടായയിലോട്ട് ചീപ്പാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ പട്ടായ ഫേമസ് ആയി വന്നിട്ടുണ്ടാവും. ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് ബാങ്കോക്കിലോട്ടുണ്ട്. അത് നമുക്ക് 50,000 ഉള്ളിൽ പോകാൻ പറ്റും, ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ്. നമുക്ക് 4 നൈറ്റ്സ് ഒക്കെ പട്ടായ റേറ്റ് കുറവാണ് പൊതുവെ ഹോട്ടൽസിനൊക്കെ. 4 നൈറ്റ്സ് അക്കോമഡേഷൻ, ബ്രേക്ക്ഫാസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, കോറൽ ടൂർ, അതേപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, സിറ്റി ടൂർ എല്ലാം നമുക്ക് അതിൽ ആ 50,000 ഉള്ളിൽ ഒതുക്കാൻ പറ്റും. നല്ല രീതിയിൽ ഞാൻ പാക്കേജ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, നല്ലൊരു ലക്ഷറി ഫീൽഡായിട്ട് പോകാൻ പറ്റുന്ന ഒരു പാക്കേജ് 50,000 ഉള്ളിൽ നമുക്ക് പറയും. 2-3 മാസം സാലറി ഉണ്ടെങ്കിൽ സാധാരണ ആൾക്കാർക്കും പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ അതുപോലെ ക്രാബി അതിന് ഒരു കുറച്ച് എമൗണ്ട് 5,000-6,000 കൂട്ടി കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം ക്രാബിയിലേക്ക് എത്താൻ പറ്റും. ക്രാബി ഇവിടുന്ന് മലേഷ്യ പോകണം, മലേഷ്യയിൽ നിന്ന് ക്രാബി അങ്ങനെയാണ് പോകുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ എത്തിപ്പെട്ട ലൈഫിൽ നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഉണ്ട്. സാനിയപ്പം പോയത് ക്രാബി തന്നെയാണ്. അതുകൊണ്ട് സാനിയപ്പനും ആദ്യം ഞാൻ ക്രാബി കേട്ടില്ലായിരുന്നു, ക്രാബിനെ കുറിച്ച് ഞാൻ കേട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പം പൊതുവെ ആളുകൾക്ക് നല്ല സ്ഥലങ്ങളെ കുറിച്ച് അറിയില്ല. കാരണം യൂറോപ്യൻസ് എല്ലാവരും നമ്മളെ ആ നല്ല സ്ഥലങ്ങൾക്ക് എത്തുന്നുണ്ടാവും. നമുക്ക് ഒരു പ്രോഡക്റ്റ് പണ്ടേ ആൾക്കാർ എന്താ പ്രൊമോട്ട് ചെയ്ത് അത് മാത്രമല്ല, പുതിയ സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നില്ല. ഒന്നാമത് ട്രാവൽ ഏജൻസികൾക്ക് നോളജ് ചിലപ്പം കറന്റ് പോകാത്തത് കൊണ്ട്, ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് നോളജ് കുറവുള്ള ട്രാവൽ ഏജൻസികൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. അതിനെ കുറിച്ചിട്ട് പറയാൻ അവിടെ പോകണം, അന്നെങ്കിലേ നമുക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അത് ഈ ക്രാബിനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മളത് ആ സ്ഥലങ്ങൾ കണ്ട് അവിടുത്തെ ഗുണങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ പോയവരെല്ലാവരും ഹാപ്പിയാണ്. അവര് ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യണം. അതുപോലെ ഒരുപാട് ഇഡൻ പ്ലേസസ് ഉണ്ട്, തായ്ലൻഡിലാണെങ്കിലും ബാലി ആണെങ്കിലും. അപ്പൊ അത് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് ആളുകൾക്ക് എന്താണോ അത് ചോദിക്കും. ബാച്ചിലേഴ്സ് ആണ്
ഫുൾ കംപ്ലീറ്റ്ലി നൈറ്റ് ലൈഫ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പട്ടായ ചൂസ് ചെയ്യാം നോർമലി. അല്ല കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് നൈറ്റ് ലൈഫ് ആണ് വേണമെന്ന് വെച്ചാൽ ബുക്കറ്റിൽ 10ാം സ്ട്രീറ്റ് ചൂസ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്പ് അതിനേക്കാളും കൂടുതൽ ഇപ്പൊ ജോർജിയൊക്കെ അടിപൊളി നൈറ്റ് ലൈഫാണ്, ഫുഡ് അടിപൊളി സൂപ്പർ ഫുഡാണ്. അങ്ങനെ ആ ഒരു ക്യാഷ് വെച്ചിട്ട് ആവശ്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് അല്ല ശരിക്കും അതിൽ പ്രശ്നം, അവരുടെ ആവശ്യം, അവർക്ക് ആഗ്രഹമുണ്ടോ, അങ്ങനെ എങ്ങനെയാണത്, എന്താണ് അവർക്ക് വേണ്ടത്, ബീച്ചസ് ആണോ വേണ്ടത്, മൗണ്ടൻ ആണോ വേണ്ടത്, അല്ലാതെ സിറ്റി ലൈഫ് ആണോ വേണ്ടത്, ഷോപ്പിംഗ് ആണോ, അത് എല്ലാം. പക്ഷെ ബാങ്കോക്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മളതിനനുസരിച്ച് കുറെ സ്ഥലങ്ങൾ ചൂസ് ചെയ്ത് അതെ 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 നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ആൾക്കാരോട് പറയുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും ഞാൻ ട്രാവൽ ഏജൻസിയാണ് എല്ലാവരും പറയാറുണ്ട്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അവർ ചൂസ് ചെയ്യും. നമ്മുടെ പാക്കേജിനെ കുറിച്ച് ഞാൻ പറയാറില്ല. അതെ, ഇവിടെ ഇതൊക്കെയാണ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ചില കാര്യങ്ങൾ ഇപ്പൊ കുട്ടികളെ കൊണ്ട് ചെറിയ കൊച്ചു ഭാവയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും, നടക്കാൻ ചെറിയ ഭാവയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ക്രാബി നല്ലതാണ്. ക്രാബിയിൽ ബീച്ചസ് ഉണ്ട്, പക്ഷെ ആ ബീച്ചിൽ അതായത് ആൽക്കഹോളൊക്കെ കഴിച്ചിട്ട് കുപ്പിയൊക്കെ പൊട്ടിച്ചിടുന്ന അങ്ങനെ സംഭവമൊന്നും അവിടെ ഇല്ല. പട്ടായയിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ വലിച്ചെറിയും. അത് നീറ്റ് ക്ലീൻ ബീച്ചസ്, അപ്പൊ കുട്ടി ഭാവയ്ക്ക് അവർക്ക് നടന്നു പോകാൻ പറ്റും, അത് നല്ലതാണ്. പിന്നെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവനിങ്ങിൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാനത് സജസ്റ്റ് ചെയ്യും. അതുപോലെ ഏജിനനുസരിച്ചിട്ട് അവരോട് ഞാൻ സജസ്റ്റ് ചെയ്യും, ഇതിങ്ങനെയാണ്. എന്റെ ഇഷ്ടമല്ല, ഞാനത് അവരുടെ ഇഷ്ടത്തിലും മൈൻഡ് ഞാൻ സെറ്റ് ചെയ്യും. ഞാൻ അവിടെ പോവുകയാണെങ്കിൽ എന്റെ ഒരു ഏജിന്റെ അനുസരിച്ചിട്ടല്ല ഞാൻ അവിടെ കാണുക. ചെറിയ കുട്ടി വന്നാൽ എങ്ങനെയാണ് അതും ഞാൻ അത് മനസ്സിലാക്കും. എന്നിട്ട് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യും. ഹണിമൂണേഴ്സിനാണെങ്കിൽ മാൽദീവ്സിലെ നല്ല നല്ല പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ ഹണിമൂണേഴ്സ് ആയിട്ട് പോകും. അതുപോലെയാണ് എന്റെ ഫീൽ ചെയ്തത്. ഞാൻ പോയി മനസ്സിലാക്കിയിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കും. അവരത് ഭയങ്കര ഹാപ്പി ആവും അവിടെ.